വചനം ശ്രവിക്കുക. സംഖ്യ 12:6. എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തറക്കുന്ന കൂടം പോലെയുമാണ്. ജെറമ്യാ 23:29. ഒരിക്കൽ കുറച്ച് അപ്പച്ചന്മാർ വന്ന് എന്നോട് ചോദിച്ചു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അച്ഛൻ എന്ത് ചെയ്യാൻ സാധിക്കും? 3 വയസ്സുള്ള കുഞ്ഞിനെ വചനം പഠിപ്പിച്ചു വിട്ടു ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ നിന്ന്. മദ്യപാനിയായ തൊഴിലാളി ഒരിക്കലും ധനവാനാവുകയില്ല. അതിന്റെ ഫലം എന്താണെന്നറിയോ? 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് അപ്പനും അമ്മയും കൂടി എന്നെ കാണാൻ വന്നിരിക്കുക. തലോർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ബൈബിൾ ഗ്രാമം കുട്ടികളുടെ വചനപഠന സ്വഭാവ രൂപീകരണ ശുശ്രൂഷയ്ക്ക് അഡ്മിഷൻ ആരംഭിച്ചു. 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് പ്രവേശനം. നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തവർക്കായി ഓൺലൈൻ ക്ലാസും ഒരുക്കിയിട്ടുണ്ട്. ജെറൂസലേമിലെ അനുഗ്രഹീതമായ ശുശ്രൂഷയാണ് ബൈബിൾ ഗ്രാമം ശുശ്രൂഷ. ഒരിക്കൽ കുറച്ച് അപ്പച്ചന്മാർ വന്ന് എന്നോട് ചോദിച്ചു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അച്ഛൻ എന്ത് ചെയ്യാൻ സാധിക്കും? ആ ചോദ്യത്തിന് ഉത്തരമാണ് ജെറൂസലേം ബൈബിൾ ഗ്രാമം. 2000 ജൂൺ മാസം 17 ഒരു ചെറിയ പനമ്പ് മറയ്ക്കകത്ത് ആരംഭിച്ച ബൈബിൾ ഗ്രാം ശുശ്രൂഷ ഇന്ന് വളർന്നു വലുതായിരിക്കുന്നു. അതിന്റെ പരമമായ ലക്ഷ്യം വചന പഠനവും സ്വഭാവ രൂപീകരണവുമാണ്. കുഞ്ഞുങ്ങളുടെ കൊച്ചു കൊച്ചു നൊമ്പരങ്ങൾ, അവരുടെ പഠന പരിശീലനത്തിന് വേണ്ടതായിരിക്കുന്ന പ്രാഥമികമായ പാഠങ്ങൾ, അവരുടെ സ്വഭാവത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്ന് വേണ്ട ഒരു നല്ല ക്രിസ്തീയ കുടുംബത്തിൽ വളരാൻ ആവശ്യമായിരിക്കുന്ന സദ്ഗുണങ്ങൾ വളർത്തിയെടുത്ത് പ്രഗത്ഭരും പ്രശസ്തരുമായ വ്യക്തികളാക്കി മാറ്റുക എന്നുള്ളതാണ് ജെറൂസലേം ബൈബിൾ ഗ്രാമിൻ്റെ പരമമായ ലക്ഷ്യം. ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ബൈബിൾ ഗ്രാമ ശുശ്രൂഷ ആരംഭിച്ചിട്ട് 23 വർഷമായി. 1800ഓളം കുഞ്ഞുങ്ങളാണ് ഈ ശുശ്രൂഷയിലൂടെ ഈ കാലഘട്ടത്തിൽ കടന്നുപോയിരിക്കുന്നത്. 3 വയസ്സുള്ള കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് ആദ്യമായി ദൈവത്തിന്റെ വചനം ആലേഖനം ചെയ്യപ്പെടുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷ. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. അത് മുളയ്ക്കേണ്ട സമയത്ത് വ്യക്തമായി കൃത്യമായും ഈ വചനം മുളച്ചിരിക്കും, ഫലം പുറപ്പെടുവിച്ചിരിക്കും. 2008 ബാച്ചിൽ 55 കുഞ്ഞുങ്ങളായിരുന്നു ബൈബിൾ ഗ്രാമം ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നത്. അവർ 2020 10ാം ക്ലാസ് പാസ്സായി. അതിൽ നിന്ന് 6 കുഞ്ഞുങ്ങൾ വൈദികരാവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. 3 കുഞ്ഞുങ്ങൾ സിസ്റ്റേഴ്സ് ആവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. ഇതുപോലെ തന്നെ ഇതൊരു കുടുംബങ്ങളുടെ ശുശ്രൂഷയാണ്. 3 വയസ്സുള്ള കുഞ്ഞിനെ വായിക്കാൻ അറിയോ? ആ കുഞ്ഞിനെ വായിക്കണമെങ്കിൽ, പഠിക്കണമെങ്കിൽ ആദ്യം ആര് പഠിക്കണം? അമ്മ പഠിക്കണം, അപ്പം പഠിക്കണം. ഈ കുഞ്ഞ് ഈ വചനം ആവർത്തിച്ച് ഭവനത്തിൽ ഏത് സമയം പറഞ്ഞുകൊണ്ട് നടക്കുക. അതിൻ്റെ അത്ഭുതവും ഞാൻ കണ്ടിട്ടുണ്ട്. 3 വയസ്സുള്ള കുഞ്ഞിനെ വചനം പഠിപ്പിച്ചു വിട്ടു ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ നിന്ന്. മദ്യപാനിയായ തൊഴിലാളി ഒരിക്കലും ധനവാനാവുകയില്ല. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. അതിന്റെ ഫലം എന്താണെന്നറിയോ? 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് അപ്പനും അമ്മയും കൂടി എന്നെ കാണാൻ വന്നിരിക്കുക. ഈ അപ്പൻ മദ്യപാനിയായിരുന്നു. എന്നാൽ ഈ കുഞ്ഞ് വചനം ആ കുടുംബത്തിൽ പറയാൻ തുടങ്ങിയോടുകൂടി അപ്പന്റെ മദ്യപാനം പൂർണ്ണമായി വിട്ടുപേക്ഷിച്ച് ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വന്ന അനുഭവം ഞാൻ ഇപ്പോഴും ഓർക്കുക. ജൂൺ മാസത്തിൽ ആരംഭിച്ച് മാർച്ച് മാസത്തിൽ അവസാനിക്കുന്ന രീതിയിലാണ് ബൈബിൾ ഗ്രാമം ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. തികച്ചും സൗജന്യമായാണ് ജെറുസലേം ധ്യാന കേന്ദ്രം ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ഒരു വർഷം കൊണ്ട് കുഞ്ഞുങ്ങളെ 80ലധികം വചനങ്ങൾ അധ്യായവും വാക്യവും അടക്കം പഠിപ്പിക്കുകയും കൂടാതെ ഈശോയുടെ പാട്ടുകളും കഥകളും ഉപമകളും ഒരു വചന പ്രഘോഷണം തന്നെ അവരിലൂടെ നടത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് ജെറുസലേം ബൈബിൾ ഗ്രാമം. കുഞ്ഞുങ്ങൾക്ക് ഈ വർഷവും അതിൽ ചേരാൻ അവസരം ഈശോ ഒരുക്കുകയാണ്. 2024 ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുകയാണ്. ജെറുസലേം ധ്യാന കേന്ദ്രത്തിന്റെ ഓഫീസിൽ നിന്നും അഡ്മിഷൻ ഫോം ലഭിക്കുന്നതാണ്. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുമായി സമ്പർക്കത്തിൽ കഴിയുന്നവരെയും ജെറൂസലേമിലെ ബൈബിൾ ഗ്രാമിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ചന്ദനോ നിന്നു ബേട്ടിയ സകലത്തെ കത്താന്റെ കാത്തുകളും അവന്റെ ജീവൻ സംരക്ഷിക്കും. കത്താന്റെ വാപായങ്ങളെ എന്നമനേക്ക് കാത്തുകൊള്ളും.